ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ചൂരക്കറിയാണ് ചെയ്യാൻ പോകുന്നത്. ചൂരക്കറി പല രീതിയിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, നിങ്ങൾ കാണാത്തവരൊന്ന് കയറി കാണണേ. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയൊരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു മെത്തേഡിൽ നമുക്കൊന്ന് ചൂരക്കറി വെച്ച് നോക്കാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണേ. ആദ്യം തന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ആ എണ്ണയിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചൂരമീൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മുഴുവൻ കഷ്ണങ്ങളും നമ്മളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയോ ഉപ്പോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇങ്ങനെ വിതറി കൊടുക്കാം. കുറച്ച് കഴിഞ്ഞ് ഇളക്കിയാൽ മതി. നമുക്ക് ആ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉണ്ടോ, ഒരുപാട് ഇളക്കണ്ട കേട്ടോ, മീൻ പൊടിഞ്ഞു പോകും. ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, മീനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് മീനൊക്കെ ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ് ഇനി നമ്മൾ ബാക്കിയുള്ള റെസിപ്പി ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മളൊരു ഇരുമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു സവാള അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒരുവിധം നന്നായിട്ടൊന്ന് വഴണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി ഒരുവിധം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. സവാളയ്ക്ക് ഇത്രയും ആയാൽ മതി, ഒരുപാടൊന്നും ഗോൾഡൻ കളറൊന്നും ആവണ്ട. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് പൊടികൾ ചേർക്കാം. ആദ്യം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, മുളക് പൊടി ചേർക്കാം. ഞാനൊരു 3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലിയും നമ്മുടെ സാധാരണ മുളകും കൂടെ ഒന്നിച്ച് പൊടിച്ചതാണ് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമുളകൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം മിക്സിയിലെ ജാറിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളിത് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുമാതിരി പേസ്റ്റ് ആക്കി ഒന്ന് അരച്ചെടുക്കുക. ഇത് നമ്മൾ നേരത്തെ തന്നെ മാറ്റി വെച്ചത് മീനാണ്. നമ്മൾ ആ ചട്ടിയിലേക്ക് തന്നെ നമ്മളിപ്പോൾ അരച്ചുകൊണ്ട് വന്ന അരപ്പില്ലേ, അത് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ ഈ അരച്ചുകൊണ്ട് വന്ന അരപ്പ് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കാം കേട്ടോ, കാരണം നമ്മൾ ഓൾറെഡി എണ്ണയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്ത മീനാണല്ലോ. പക്ഷെ ഒരുപാട് ഒത്തിരി ഇട്ടൊക്കെ ഇളക്കി കളഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ അത് അരപ്പൊക്കെ നന്നായിട്ട് എല്ലാത്തിലും ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പുളിയാണ്. വാളൻപുളി കുറച്ച് വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മീന് മാത്രമേ ഉപ്പിട്ടിട്ടുള്ളായിരുന്നു, നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പില കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഓൾറെഡി പകുതിയോളം എന്തൊരു മീനാണല്ലോ. ഇനി ഒരു 5 മിനിറ്റ് മതിയാവും. നമ്മൾ ഈ പൊടികളും എല്ലാം നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷമാണ് അരച്ചിട്ടുള്ളത്. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം. നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് തിളച്ച് നല്ല കുറുകിയ ചാറ്, നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയ മീൻകറി നമുക്ക് കിട്ടിയിട്ടുണ്ട്.
നല്ല മണം കിട്ടും, നല്ല അസലൊരു മണം വരുന്നുണ്ട്. നമുക്ക് ഇത്രയും മതി. ഇത് ഒരുപാട് കിട്ടുന്ന വേവിക്കേണ്ട ആവശ്യമില്ല. എല്ലാ സാധനങ്ങളും നമ്മൾ അവസാനമായിട്ട് ആ തക്കാളി മാത്രം ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. തക്കാളി അങ്ങനെ കിടക്കണം, ഒരുപാടൊന്ന് കുഴഞ്ഞു പോകരുത്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ കറി. എൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.